Welcome to another session on the types of organization. An organization is a collection of people who work together to attain specified objectives. The organizations can be classified on the basis of the kind of relationship prevailing in them. There are two types of organization structure that can be of formal organization and informal organization. An organization is said to be formal when two or more persons come together to accomplish a common objective, and also they follow the formal relationship, rules, policies, and also there exists a system of authority. Whereas informal organization is formed under the formal organization as a system of social relationship which comes into existence when people in an organization meet or interact or associate with each other. അതായത് നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് ഓർഗനൈസേഷൻ. അവയിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓർഗനൈസേഷനെ തരംതിരിക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ എന്നും ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നും രണ്ട് തരം ഓർഗനൈസേഷൻ സ്ട്രക്ചറുണ്ട്. രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒരു പൊതു ലക്ഷ്യം നിറവേറുന്നതിനായി ഒത്തുചേരുമ്പോൾ അതിനെ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയപ്പെടുന്നു. അവിടെ ഫോർമൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു, നിയമങ്ങളും നയങ്ങളും പാലിക്കുന്നതിനായി സ്ഥാപിക്കപ്പെടുന്നു, അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് അതോറിറ്റി അധികാര വ്യവസ്ഥ നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള ഓർഗനൈസേഷനെയാണ് പറയുന്നത് ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്നാൽ മറുവശത്ത് ഫോർമൽ ഓർഗനൈസേഷൻ്റെ കീഴിൽ സാമൂഹിക ബന്ധത്തിൻ്റെ വ്യവസ്ഥയായി, അതായത് സിസ്റ്റം ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് രൂപപ്പെടുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിലെ ആളുകൾ പരസ്പരം കണ്ടുമുട്ടുകയും ഇടപഴകുകയും സഹവസിക്കുകയും ചെയ്യുമ്പോൾ അത് നിലവിൽ വരുന്നു. ഇങ്ങനത്തെ ഓർഗനൈസേഷനാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ലെറ്റ് us look into detail about the formal organization. By the term formal organization, we mean a structure that comes into existence when two or more people come together for a common purpose and there is a legal and formal relationship between them. The formation of such organization is deliberate by the top level management. This type of organization has its own set of rules, regulations and policies expressed in writing. The basic objective of the establishment of such organization is the attainment of organization's goal. For this purpose, the work is assigned and authorities are delegated to each member, and the concept of division of labor and specialization of workers are applied, and so the work is assigned on the basis of their capabilities. The job of each one is fixed. The roles, responsibilities, authority and accountability associated with the job is clearly defined. In addition to this, there exists a hierarchical structure, that is pyramid shaped structure, which determines a logical authority relationship and follows a chain of command. And also the communication between the members in this group is only through the planned channels. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന പദത്തിൽ അർത്ഥമാക്കുന്നത് രണ്ടോ അതിലധികമോ ആളുകൾ ഒരു പൊതു ആവശ്യത്തിനായി ഒത്തുചേരുമ്പോൾ നിലവിൽ വരുന്ന ഒരു സ്ട്രക്ചറാണ്. കൂടാതെ നിയമപരമായും ഫോർമലായുള്ള റിലേഷൻഷിപ്പ് ഈ ഓർഗനൈസേഷനിലുണ്ട്. അത്തരമൊരു ഓർഗനൈസേഷൻ്റെ രൂപീകരണം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ്. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷന് അതിൻ്റേതായ നിയമങ്ങളും ചട്ടങ്ങളും നയങ്ങളും, അതായത് റൂൾസ്, റെഗുലേഷൻസും പോളിസീസും രേഖാമൂലം പ്രകടിപ്പിക്കുന്നു. ഒരു ഓർഗനൈസേഷൻ സ്ഥാപിക്കുന്നതിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത്
ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം കൈവരിക്കുക എന്നതാണ്. ഈ ആവശ്യത്തിനായി വർക്കിനെ അസൈൻ ചെയ്യുന്നു. ഓരോ മെമ്പേഴ്സിനും അധികാരികളെ നിയോഗിക്കുകയും തൊഴിൽ വിഭജനം, വർക്കേഴ്സിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന ആശയം പ്രയോഗിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവരുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് ജോലി നിർണ്ണയിക്കുന്നത്. ഓരോരുത്തരുടെയും ജോലി നിശ്ചയിക്കുന്നു. ഒപ്പം ജോലിയുമായി ബന്ധപ്പെട്ട റോളുകൾ, ഉത്തരവാദിത്തങ്ങൾ, അധികാരങ്ങൾ, ചുമതലകൾ എന്നിവ വ്യക്തമായി നിർവചിക്കപ്പെടുന്നു. ഇതിനു പുറമെ ഒരു ഹയറാർക്കിയൽ സ്ട്രക്ചറുണ്ട്. അത് പിരമിഡ് ഷേപ്പാണ്. ഇതൊരു ലോജിക്കായിട്ടുള്ള അതോറിറ്റിയുടെ ബന്ധത്തെ നിർണ്ണയിക്കുന്നു. അതുകൂടാതെ ചെയിൻ ഓഫ് കമാൻഡിനെ പിന്തുടരുകയും ചെയ്യുന്നു. ഈ രീതിയിലുള്ള ഓർഗനൈസേഷനുകളിൽ 2 അംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം പ്ലാൻഡ് ചാനലിൽ കൂടെ മാത്രമാണ്. ഇങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനാണ് ഫോർമൽ ഓർഗനൈസേഷൻ. The formal organization have many limitations. That is, there are no personal consideration in formal organization. There, the rules are given more importance than persons or sentiments. It also discourages the spirit of individual initiative, and there are the chances of the authority being misused. Let us look into what is informal organization. An informal organization exists within a formal organization. It is developed due to the friendly relationships that spring up when people work together and develop common interest. The common interests bring them together as a group. In other words, it is a spontaneous relationship that is not created by the management but on its own natural way. For example, the members join informally in groups to fulfill their interest in culture, sports, arts and other social activities. ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ തന്നെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ നിലനിൽക്കുന്നു. ആളുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയും പൊതുകാര്യങ്ങൾ അല്ലെങ്കിൽ പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻസ് കാരണമാണ് ഇവ ഉണ്ടാകുന്നത്. പൊതു താല്പര്യങ്ങൾ ഒരു ഗ്രൂപ്പായി അവരെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഇത് മാനേജ്മെൻ്റ് സൃഷ്ടിയല്ല, മറിച്ച് അതിൻ്റേതായ സ്വാഭാവികമായ ഒരു റിലേഷനിൽ ഉണ്ടാവുന്നതാണിത്. ഉദാഹരണത്തിന് കൾച്ചർ, സ്പോർട്സ്, ആർട്സ്, മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവയിലെ താല്പര്യം നിറവേറുന്നതിന് അംഗങ്ങൾ ഇൻഫോർമലായി അല്ലെങ്കിൽ ഗ്രൂപ്പുകളായി ചേരുന്നു. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയപ്പെടുന്നത്. Informal organization also suffers many limitations. There are many chances of groupism and it may lead to conflicts. The personal relationship may divert the members' attention from the organizational goals, and also the chances of spreading of rumors which will affect the entire organization. Due to the informal relationship, the control of the organization over the employees may become inactive or ineffective. Let us look into the different types of organization structure. Every concern should develop an organization structure suited for its functioning. An organization structure is a system of job positions, the roles, and the authority responsibility relationship among the various positions. The basic types of organization structures are as follows. It may be of functional structure, divisional structure, matrix structure, and project structure. The first one, functional structure, that is staff organization. This type of organization structure classifies people according to the function that they perform in the organization. Identical functions are brought together and specialists are given the charge. Under functional organization, the whole task of the top level management is divided into
the number of functions according to the nature of work involved, such as purchases, production, personnel, marketing, research and development, etc. Each of these functions are entrusted to a particular foreman who is generally a specialist in the particular function. They simply provide the information and suggestions which may or may not be accepted by the managers. This type of organization is more complex among the organization structures. അതായത് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആളുകളെ ഓർഗനൈസേഷനിൽ അവർ ചെയ്യുന്ന പ്രവർത്തനമനുസരിച്ച് തരംതിരിക്കുന്നു. ഐഡൻറ്റിക്കലായിട്ടുള്ള ഫങ്ഷൻസ്, അതായത് സമാന പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് അവയെ സ്പെഷ്യലിസ്റ്റുകൾക്ക് ചാർജ് നൽകുന്നു അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിനെ ഏൽപ്പിക്കുന്നു. ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ കീഴിൽ ജോലിയുടെ സ്വഭാവമനുസരിച്ച് ഉയർന്ന തലത്തിലുള്ള മാനേജ്മെൻറ്റിൻ്റെ മുഴുവൻ ചുമതലകളും നിരവധി ഫങ്ഷനുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് പർച്ചേസ്, പ്രൊഡക്ഷൻ, പേഴ്സണൽ, മാർക്കറ്റിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നിവ. ഈ ഫങ്ഷനുകളിൽ ഓരോന്നും സ്പെഷ്യലിസ്റ്റായ ഒരു പ്രത്യേക ഫോർമാനെ ഏൽപ്പിക്കുന്നു. ഈ ഫോർമാന് മാനേജർമാർക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നു. അവ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൂടുതൽ സങ്കീർണമായ ഒരു സ്ട്രക്ചറാണ്. The next structure is divisional structure. Divisional structure is a type of organizational structure that groups each organizational function into a division. It can be broken down into product, market, and geographical structures. Divisional structure includes vertical or line organization and line and staff organization. ഡിവിഷണൽ സ്ട്രക്ചറിൽ ഓർഗനൈസേഷൻ്റെ ഓരോ ഫങ്ഷനെ ഡിവിഷനായി തരംതിരിക്കുന്നു. അങ്ങനെ പ്രൊഡക്റ്റ്, മാർക്കറ്റ്, ജിയോഗ്രാഫിക് സ്ട്രക്ചറായിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. ഡിവിഷണൽ സ്ട്രക്ചർ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് വെർട്ടിക്കൽ അല്ലെങ്കിൽ ലൈൻ ഓർഗനൈസേഷൻ എന്നും രണ്ടാമത്തത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്നും. വെർട്ടിക്കൽ ഓർ ലൈൻ ഓർഗനൈസേഷൻ, it is the oldest form of organization. In this line organization, the authority flows vertically in a straight line from top to bottom and responsibility flows in the opposite direction but equally direct manner. There exists an uninterrupted flow of authority and responsibility right from the top to the lowest in an orderly manner. There is only one type of authority, namely line authority. Line authorities consist of the executives who take decisions and have direct responsibility for fulfilling the objectives of the organization. Hence, the authority is greater at the top and reduces through the successive level down the organizational structure. This type of organization is also called as military type organization and is suitable for smaller organizations. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൽ ഏറ്റവും പഴയ രൂപമാണ് വെർട്ടിക്കൽ അല്ലെങ്കിൽ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ലൈൻ ഓർഗനൈസേഷനിൽ അതോറിറ്റി മുകളിൽ നിന്നും താഴോട്ട് ഒരു നേർരേഖയിൽ ഒഴുകുന്നു. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി വിപരീത ദിശയിലേക്ക് ഒഴുകുന്നു, പക്ഷേ തുല്യമായ രീതിയിൽ. ഓർഗനൈസേഷൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് താഴോട്ട് ക്രമമായ രീതിയിൽ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തടസ്സമില്ലാതെ ഒഴുകുന്നു. ഇത്തരം ഓർഗനൈസേഷനിൽ ഒരു തരം അതോറിറ്റിയേ ഉള്ളൂ, അതായത് ലൈൻ അതോറിറ്റി. തീരുമാനങ്ങൾ എടുക്കുവാനും ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് നേരിട്ടുള്ള ഉത്തരവാദിത്തമുള്ളതുമായ എക്സിക്യൂട്ടീവ്സാണ് ലൈൻ അതോറിറ്റിയിൽ ഉൾപ്പെടുന്നത്. അതോറിറ്റി ടോപ്പ് ലെവലിൽ കൂടുതലാണ്, അത് ഓരോ ലെവലിലും അത് കുറയുന്നു. ഇത്തരം ഓർഗനൈസേഷനുകളെ മിലിറ്ററി ടൈപ്പ് ഓർഗനൈസേഷൻ എന്നും അറിയപ്പെടുന്നു. മാത്രമല്ല
ചെറിയ ഓർഗനൈസേഷനുകൾക്ക് ഇത് അനുയോജ്യമാണ്. Next is line and staff organization. It refers to an organization in which two types of authority relationship exist side by side. They are the line authority and the staff authority. Line authorities consist of the executives who take decisions and have direct responsibility for fulfilling the objectives of the organization. The staff authority consists of personnel who have the authority only to advise. They simply provide the informations and suggestions which may or may not be accepted by the line managers. The staff can be considered as the thinkers, and while the execution function is given to the line executives who are the doers. The line executives are assisted by the staff specialists in planning, distribution, quality, legal, audit, public relations, etc. This type of organization structure is suitable for large organization where specialization of activities exist. രണ്ട് തരത്തിലുള്ള അതോറിറ്റി ബന്ധങ്ങൾ നിലനിൽക്കുന്ന ഓർഗനൈസേഷനിലാണ് ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻസ്. അവയാണ് ലൈൻ അതോറിറ്റി എന്നും സ്റ്റാഫ് അതോറിറ്റിയും എന്നുള്ളത്. തീരുമാനങ്ങൾ എടുക്കുവാനും ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നിറവേറുന്നതിനും നേരിട്ട് ഉത്തരവാദിത്തമുള്ളതുമായ എക്സിക്യൂട്ടീവ്സാണ് ലൈൻ അതോറിറ്റിയിൽ ഉൾപ്പെടുന്നത്. നേരെ മറിച്ച് ഉപദേശത്തിന് മാത്രം അധികാരമുള്ള ഉദ്യോഗസ്ഥരെ സ്റ്റാഫ് അതോറിറ്റി എന്ന് പറയപ്പെടുന്നു. സ്റ്റാഫ് അതോറിറ്റീസ് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളും ലൈൻ മാനേജർമാർ അംഗീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. സ്റ്റാഫിനെ ചിന്തകർ എന്നും ലൈൻ എക്സിക്യൂട്ടീവ്സിനെ ഡൂവേഴ്സ് ചെയ്യുന്നവർ എന്നും കണക്കാക്കാം. പ്ലാനിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ക്വാളിറ്റി, ലീഗൽ, ഓഡിറ്റ്, പബ്ലിക് റിലേഷൻ എന്നിവയിൽ സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റുകൾ എക്സിക്യൂട്ടീവ്സിനെ സഹായിക്കുന്നു. കൂടുതൽ ഫങ്ഷൻസും സ്പെഷ്യലൈസേഷനുമുള്ള വലിയ ഓർഗനൈസേഷനുകളിൽ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അനുയോജ്യമാണ്. Next is matrix structure. A matrix organization is a structure in which there is more than one line of reporting managers. That is, employees report to two or more managers rather than one manager. This type of structure is used in organizations which have diverse product lines and services. It breaks the monotony and gives more flexibility to the organization. Employees work with colleagues of different departments who have their expertise in different functions. When different people from diverse departments works together, it helps to solve the problems in a more efficient way. It does lead to overall development of the employees. As such, one is exposed to different functions as a part of their core job. അതായത് ഒന്നിൽ കൂടുതൽ റിപ്പോർട്ടിംഗ് മാനേജർമാരുള്ള ഒരു സ്ട്രക്ചറാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എംപ്ലോയീസ് ഒന്നിലധികം മാനേജർമാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. വ്യത്യസ്ത ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമുള്ള ഓർഗനൈസേഷനുകളിൽ ഇത്തരത്തിലുള്ള സ്ട്രക്ചർ ഉപയോഗിക്കുന്നു. ഇത് ഒരേ രീതിയിലുള്ള വർക്കുകളെ ഒഴിവാക്കുകയും ഓർഗനൈസേഷന് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലെ സഹപ്രവർത്തകർക്കൊപ്പം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു. വ്യത്യസ്ത വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്ത ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പരിഹരിക്കാൻ ഇത് സഹായിക്കുന്നു. അതോടൊപ്പം ഓരോരുത്തരും അവരുടെ പ്രധാന ജോലിക്ക് പുറമെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ വിധേയമാവുന്നതിനാൽ ഇത് ജീവനക്കാരുടെ മൊത്തത്തിലുള്ള വികസനത്തിലേക്ക് നയിക്കുന്നു. Next, about the project organization structure. A project organization is a structure
that facilitates the coordination and implementation of project activities. The structure defines the relationship among the members of the project management and the relationship with the external environment. Let us discuss about the term centralization. Centralization is a form of organizational structure where the decision making capability rests with the top management, that is, the reservation of authority at the central points within the organization. In a centralized organization, the top management set rules and procedures which are then communicated to the lower level employees who are expected to carry out the same without questioning the authority. The advantage of this structure is that it allows employees to have a well defined framework within which all the work need to be carried out. The main disadvantage of the structure is that it increases the time taken to arrive at a decision and also the delay in getting the work done due to the lack of effective communication. And also, the decision making authorities lies with the selected people from the top management. It may lead in biased decision making and it may also result in misuse of authority as well. അതായത് തീരുമാനമെടുക്കാനുള്ള കഴിവ് ഉയർന്ന മാനേജ്മെൻറ്റിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് സെൻട്രലൈസേഷൻ അല്ലെങ്കിൽ കേന്ദ്രീകരണം. വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ സെൻട്രൽ പോയിൻറ്റ്സിൽ മാത്രം അതോറിറ്റി റിസർവ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷനിൽ ടോപ്പ് മാനേജ്മെൻറ്റ് നിയമങ്ങളും നടപടിക്രമങ്ങളും സജ്ജമാക്കുന്നു. അതു താഴത്തെ നിലയിലുള്ള ജീവനക്കാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. അതുകൂടാതെ അവർ അധികാരത്തെ ചോദ്യം ചെയ്യാതെ അവ നടപ്പിലാക്കുന്നു. അത്തരമൊരു സ്ട്രക്ചറിൽ എല്ലാ ജോലിയിലും നിർവഹിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായി നിർവചിക്കപ്പെടുന്നു. സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷനിലെ ഒരു പോരായ്മയാണ് തീരുമാനമെടുക്കുന്നതിൽ സമയം വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ഫലപ്രദമായ കമ്മ്യൂണിക്കേഷൻ്റെ അഭാവം മൂലം ജോലി പൂർത്തിയാക്കാനുള്ള കാലതാമസം വർദ്ധിക്കുകയും ചെയ്യുന്നു. തീരുമാനമെടുക്കാനുള്ള അധികാരം ഉയർന്ന മാനേജ്മെൻറ്റിൽ ഉള്ളതിനാൽ ബയാസ്ഡ് ഡിസിഷൻസിന് കാരണമാകും. മാത്രമല്ല അധികാര ദുർവിനിയോഗത്തിനും കാരണമായേക്കാം. നെക്സ്റ്റ് അബൌട്ട് ഡീസെൻട്രലൈസേഷൻ. Decentralization is another form of organizational structure that functions by delegating the decision-making capabilities to all the departments, or in other words, it refers to the delegation of authority to the lower levels of the management and also to all the departments of the organization. By doing so, the authority is pushed down to the lowest levels. It is defined as everything that goes to increase the importance of subordinate role is decentralization. In such an organization, most of the planning, strategy, and the decision to implement them are taken by the people in the middle and the lower levels of the management. The main advantage of decentralization is that the employees are empowered to make their own decision that will benefit the organization, which results in high level of employee satisfaction and boosts the productivity of an organization. Decentralization also enables low-level employees to gain leadership skills which can contribute to the growth of the organization in the long run. അതായത് എല്ലാ വകുപ്പുകളിലേക്കും തീരുമാനമെടുക്കുവാനുള്ള കഴിവുകൾ നിയുക്തമായി പ്രവർത്തിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് താഴ്ന്ന നിലയിലുള്ള മാനേജ്മെൻറ്റുകളിലേക്കും ഓർഗനൈസേഷനിലെ എല്ലാ വകുപ്പുകളിലേക്കും അധികാരത്തെ അതോറിറ്റിയെ നിയോഗിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ രീതിയിൽ അധികാരം ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പോകുന്നു. സബോർഡിനേറ്റിൻ്റെ റോളിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ പോകുന്നതെല്ലാം
ഡീസെൻട്രലൈസേഷൻ എന്നാണ് ഇതിനെ നിർവചിച്ചിരിക്കുന്നത്. ഡീസെൻട്രലൈസേഷൻ ഉള്ള സ്ഥാപനങ്ങളിൽ സ്വന്തമായുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ ജീവനക്കാർക്ക് അധികാരമുണ്ട്. അത് ജീവനക്കാരുടെ സംതൃപ്തിക്ക് കാരണമാകുകയും ഓർഗനൈസേഷൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഡീസെൻട്രലൈസേഷൻ താഴ്ന്ന നിലയിലുള്ള ജീവനക്കാരെ നേതൃത്വപരമായ കഴിവുകൾ, അതായത് ലീഡർഷിപ്പ് സ്കിൽസ് നേടുവാൻ പ്രാപ്തമാക്കുന്നു. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ലോങ് റണ്ണിൽ ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്ക് കാരണമാകും.